ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന നാളെയും ഇത് ഗംഭീരമായി കൊണ്ടാടേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂർ പൂരത്തിനകത്ത് ഇങ്ങനെ ഇടപെടലൊന്നും ഒരു കാലത്ത് ഉണ്ടാവാത്തതാണ്. അങ്ങനെ ഇടപെടൽ ആരും നടത്തിയിട്ടുണ്ട് അറിയണ്ടേ? നാളെ ഈ പൂരം നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് നടത്തേണ്ട ഒരു ഒന്നാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിച്ച് നിന്ന് നടത്തിയ പാരമ്പര്യമുള്ള തൃശ്ശൂർ പൂരത്തെ ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ, ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ, ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ പൂരത്തിൻ്റെ ചടങ്ങിനെ അലങ്കോലപ്പെടുത്താൻ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് കൊടുക്കാൻ കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഡിലേ ഉണ്ടെങ്കിൽ അത് അവസാനിച്ച് പുറത്തു വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇനി ഇപ്പോൾ വീണ്ടും അതിനെപ്പറ്റി അന്വേഷണം മൊഴിയെടുപ്പ് ഇപ്പോഴാണ് നടക്കുന്നതെങ്കിൽ നേരത്തെ നടത്തിയ അന്വേഷണം മൊഴിയെടുപ്പ് ആര് പറഞ്ഞു നടത്തിയതാണ്? ആരെങ്കിലും അവിടെ പോയി മൊഴിയെടുത്ത് ആ മൊഴിയെടുത്ത രേഖകളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരിക്കുകയാണോ? ഇത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ചിലപ്പോൾ 1 മാസമാകും, 2 മാസമാകാം, 4 മാസമാകാം. 4 മാസം കഴിഞ്ഞതിന് ശേഷം വിവരാവകാശം ഉന്നയിക്കുമ്പോൾ പറയാണ് അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നാൽ മതിയാവും. ADGP MR അജിത് കുമാറിനായിരുന്നു അന്ന് പൂരവുമായി ചുമതല. തൃശ്ശൂർ അദ്ദേഹം ഉണ്ടായിരുന്നു. പൂരപ്പറമ്പിൽ ADGP അന്ന് വി എസ് സുനിൽകുമാർ നിരന്തരം പൂരപ്പറമ്പിലുണ്ടായിരുന്ന ആളാണ്. ഞാൻ ഈ പൂരപ്പറമ്പിൻ്റെ 2 ദിവസം പൂർണ്ണമായിട്ട് എൻ്റെ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത ആളാണ്. ഞാൻ അവിടെയൊന്നും ഈ ADGPയെ ഞാൻ കണ്ടിട്ടില്ല. ADGP അവിടെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല നേരിട്ട്. ഇനി ഞാൻ കാണാത്ത വല്ല സ്ഥലത്ത് അദ്ദേഹം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പോൾ നമ്മൾ നടക്കുന്ന ചടങ്ങിൻ്റെ അവിടെ ഒന്നും സാധാരണ ഇപ്പോൾ ഞാൻ മുൻപത്തെ ഈ കമ്മീഷണറായിരുന്ന നമ്മുടെ പഴയ ആദിത്യ അവിടെ പൂരം കാണാൻ മുണ്ടെടുത്ത് വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നു. ഞാനിതിൻ്റെ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങിൻ്റെ സ്ഥലത്തും അവിടെ എത്തിച്ചേരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെയൊക്കെ സാധാരണ ഉദ്യോഗസ്ഥന്മാർ അവിടെ വരാറുണ്ട്. ചില ഘട്ടങ്ങളിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് വരാറുണ്ട്. ഞാൻ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് അവിടെ പോയിരുന്നു. അവിടെ ഒന്നും ഞാൻ ഇത്തരം ഈ ഉദ്യോഗസ്ഥന്മാർ ഞാൻ കണ്ട ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ 3 IPS ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു. അതിന് പുറമെ ഈ കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവമ്പാടിയാണ് പരാതി നൽകിയത് ഇങ്ങനെ പോലീസിനെതിരെ, പൂരത്തിനെതിരെ. അതിലാണ് അന്വേഷണം. അപ്പോൾ പോലീസാണ് പ്രതിക്കൂട്ടിലുള്ളത്. പിന്നെ പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ? അത് പ്രത്യേകിച്ച് ADGP അജിത്ത് അന്ന് അന്വേഷിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് അതിലൊരു സത്യം പുറത്തു വരിക? അല്ല, ഞാൻ മുമ്പ് എടുത്തൊരു പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നടങ്കം ഈ പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചില ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ് എല്ലാവരും ആശങ്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ പോലീസിനെതിരെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ചില ദിവസങ്ങൾ പോലീസിന് അനുകൂലമായിട്ട് പറഞ്ഞ കാര്യം എനിക്കറിയാം. അതിനർത്ഥം പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയുന്നത് ആ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരോട് ചെയ്യുന്ന തെറ്റായിരിക്കും, നീതികേടാണ്. അപ്പോൾ പോലീസിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ പോലീസിനകത്ത് തന്നെ ആളുകളുണ്ടോ? അതല്ല പോലീസ് മാത്രമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഒരു ചെറിയ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസല്ലല്ലോ പൂരം നിർത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പോലീസ് പറഞ്ഞിട്ടുണ്ടോ പൂരം നിർത്തിക്കാൻ? അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ഏതെങ്കിലും കലക്ടർ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് എൻ്റെ ആരെങ്കിലും വന്നിട്ട് പൂരം നിർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പൂരം നടത്തേണ്ടതില്ല അല്ലെങ്കിൽ പൂരം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്ന ഏത് പൂരമാണെങ്കിലും അവിടെ നടന്ന ചടങ്ങിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണോ പൂരം നിർത്തിവെച്ചത്? പൂരത്തിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ ആന എഴുന്നള്ളിക്കുന്നതിൻ്റെ മറ്റാനകളെല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആരാണ്? ഈ മേളം പകുതിക്ക് വെച്ച് നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ്? അവിടെ പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആരാണ്? വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? എന്തടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്? തൃശ്ശൂർ പൂരം പോലെയുള്ള വളരെ നിർണായകമായ അത് ലക്ഷക്കണക്കിന് ആളുകൾ പൂരം കാണാൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുന്ന സമയത്ത് വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണം. അതാണ് ഞാൻ പറഞ്ഞതിന് പിന്നിൽ സാധാരണ നിലയിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം എനിക്ക് സംസാരിക്കണം ഞാൻ പറയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രീ വി എസ് സുനിൽകുമാർ അല്ല, ഞാനത് പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചത് അദ്ദേഹം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യില്ല. ഞാനിപ്പോൾ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയും RSSുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അവിടെ നടന്നിട്ടുള്ള പൂരം കലക്കലുകളിൽ
ഈ ആരൊക്കെ ഇപ്പോൾ RSSൻ്റെ നേതാക്കന്മാരും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരും ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ സന്ദർഭങ്ങളും അവരവിടെ വന്നിരുന്നു. ഇവരാരും ഒരു പൂരത്തിന് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരല്ല, അവിടെ വന്നിരുന്നു. സുരേഷ് ഗോപി പെട്ടെന്ന് ആംബുലൻസിൽ കയറി വരും. ഏത് ആംബുലൻസിലാണ്? RSSൻ്റെ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ആ രംഗത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാനിടയ്ക്ക് സാഹചര്യം. എന്തിനാണ് ആംബുലൻസ് വന്നത്? അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ നടന്നല്ലേ വന്നേ? ഞങ്ങൾ ആളുകളൊക്കെ അവിടെ നടന്നിട്ടല്ലേ എത്തിയത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ അതിന് വരാമല്ലോ. അപ്പോൾ ആംബുലൻസ് തന്നെ വന്നെങ്ങനെയാണ്? ആംബുലൻസിൽ അങ്ങനെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാധനമാണ് ആംബുലൻസ്. അത് തന്നെ തെറ്റാണ്. അതൊക്കെ അന്വേഷിക്കണം. അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. ആംബുലൻസിൽ ഒരു രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോകുന്നതിന് ഒരു ആംബുലൻസ് നേരെ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം. അന്ന് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അതൊക്കെ നടന്നു പോയില്ലേ, ഇലക്ഷൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ ഈ നാളെ വരും. ഇലക്ഷനേക്കാൾ ഉപരി നാളെ തൃശ്ശൂർ പൂരം നാളെ ഇവിടെ ഉണ്ടാവും. ആ പൂരമൊക്കെ വരുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ആൾക്കാർ അറിയണം. കാരണം ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ ഏത് പരിപാടിയിലും അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രയാസം നമുക്കില്ല. അവരായിട്ട് ഈ ആളുകളുടെ ഇടയിൽ യാതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഒരാളുമായിട്ടില്ല. എല്ലാവർക്കും വളരെ സ്നേഹം ഇഷ്ടത്തോടു കൂടി തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് അറിയണം തൃശ്ശൂർ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു. അല്ല, ഞാൻ ഗവൺമെൻറ്റിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഈ ഗവൺമെൻറ്റിൽ വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വിടണം എന്ന് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണെന്നും അത് അപലപനീയമായ കാര്യമാണെന്നും അത് ജനങ്ങളെ വാസ്തവത്തിൽ വിഡ്ഢികളാക്കിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിഡ്ഢികളാക്കുന്ന മറുപടിയാണ്. അതുകൊണ്ട് ആ മറുപടി ഒരു മാധ്യമത്തിൽ വന്ന അറിവ് വെച്ച് മാത്രം പറയുന്ന കാര്യമാണ്. അത് സത്യമാണെന്ന് വിശ്വസിച്ച് പറയുന്ന ഒരാളാണ്. ഇനി ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ അതിനെ സംബന്ധിച്ചൊരു മറുപടിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.